മിസ്റ്റർ ഗോവിന്ദൻ, കമ്മീഷണറാണ്. ഐ വാണ്ട് ടു സീ യു. ഇറ്റ്സ് വെരി അർജന്റ്. നോ, യു കം റൈറ്റ് അവേ. യെസ് സർ. ഇരിക്കൂ. 1992 ക്രൈം 548. ഐ വാസ് സ്റ്റഡിയിങ് യുവർ റിപ്പോർട്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന നിലയിൽ മിസ്റ്റർ ഗോവിന്ദൻ റിപ്പോർട്ടും ലോക്കൽ പോലീസിന്റെ പ്രിലിമിനറി റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഐ മീൻ ഈവൻ ദി വെരി ബേസിക്സ്. ആരെയൊക്കെയോ കരുതിക്കൂട്ടി രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം പോലെയുണ്ട് നിങ്ങളുടെ റിപ്പോർട്ട്. സാർ എന്നെ അക്യൂസ് ചെയ്യുകയാണോ? ലുക്ക്, കോളിളക്കമുണ്ടാക്കിയ ഒരു മർഡർ കേസാണിത്. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കളങ്കമുണ്ടെന്ന് കോടതിയിൽ ആരോപണമുണ്ടായാൽ ദാറ്റ് വിൽ ടെൽ അപ്പോൺ ദി വെരി ഇന്റഗ്രിറ്റി ഓഫ് അവർ ഡിപ്പാർട്ട്മെന്റ്. കാര്യങ്ങളൊക്കെ സാറിനും അറിയാമല്ലോ. ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഗൌഡയുടെ ആൾക്കാരാണ്. അയാളുടെ അനിയൻ ചന്ദ്ര അടക്കമുള്ളവർ. സോ വാട്ട്? സാർ, ഗൌഡയുടെ പിടിപാടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ ആരാണ് ഹേ? ഈ സിറ്റിയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറോ അതോ സൂര്യദേവരാജ ഗൌഡ എന്ന ഫോർത്ത് റേറ്റ് ക്രിമിനലിന്റെ വക്കീലോ? ഈ സൂര്യദേവരാജ ഗൌഡ സാർ ഉദ്ദേശിക്കുന്നത് പോലെ വെറുമൊരു ഫോർത്ത് റേറ്റ് ക്രിമിനലൊന്നും അല്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ അയാൾ ഈ സിറ്റിയിലെ മാഫിയ കിങ്ങാ, ദ റിയൽ ഡോൺ. മിസ്റ്റർ ഗോവിന്ദൻ, സാർ ചുമ്മാ ടഫാകാൻ ശ്രമിക്കരുത്. ഈ കേസിൽ ഹോം മിനിസ്റ്ററുടെ താല്പര്യം എന്താണെന്ന് അങ്ങേക്കും അറിയാമല്ലോ. come on, cut the crap and just don't tell me about political interest. വാര്യർ സാറേ, വെറുതെ ക്ഷോഭിക്കരുത്. BP കൂടും. ഈ വയസ്സാം കാലത്ത് വല്ല അമ്പലത്തിലും പോയി മാല കെട്ടുകയോ പൂവെടുക്കുകയോ ചെയ്തുകൂടെ? വെറുതെ എന്തിനാ ബാക്കിയുള്ളവരെ മെനക്കെടുത്താൻ ഈ വേഷം ഇട്ടോണ്ട് ഇങ്ങനെ? വെറുതെ ആ കസേര ഇടിച്ചു പൊളിക്കണ്ട സാർ. വകുപ്പനുസരിച്ചുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ സൂക്ഷിച്ചു മതി, അല്ലെങ്കിൽ ചിലപ്പോ ഓലപ്പാമ്പ് തിരിഞ്ഞു കടിച്ച പോലെ ആവും. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ മോളിൽ ഒരുത്തനും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ആളുണ്ട്, അത് മറക്കണ്ട. ഓ, സാർ, ഇവനെ പോലുള്ള തെമ്മാടികളെ പിടിച്ച് പോലീസിൽ ജോലി കൊടുത്ത് ആരാണാവോ? ശിവ. ഓ സോറി. അയാളുടെ ഒരു കീഴുദ്യോഗസ്ഥനോട് ഞാൻ അയാളെക്കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? ഇറ്റ് ഈസ് അഗേൻസ്റ്റ് സർവീസ് എത്തിക്സ്. ഇരിക്കെ. അല്പം കോഫി? നോ സർ, താങ്ക്സ്. എങ്ങനെയാ പറയാതിരിക്കുക? ഇതാ നോക്കണം, താൻ സത്യസന്ധമായിട്ട് അന്വേഷിച്ചുണ്ടാക്കിയ തുമ്പും തുരുമ്പും ഒക്കെ കുഴച്ചു മറിച്ചിരിക്കുന്നു ആ വഷളൻ. കഷ്ടം. ഇനി ഈ റിക്കോർഡ്സും കൊണ്ട് കോടതിയിൽ ചെന്നാല് അവർ ഈ കേസ് കെട്ടെടുത്ത് ചവറ്റുകൊട്ടയിലിടും. നിരാശപ്പെടുന്നോ? തന്റെ ജോലി താൻ ഭംഗിയാക്കി, അതിൽ അഭിമാനിക്കുക. അല്ല, തോറ്റു എന്നൊക്കെ തോന്നിപ്പോയാല് അന്ന് ഉപേക്ഷിക്കേണ്ടി വരും ഈ തൊഴില്. പിന്നെ തനിക്കൊരു ചെറിയ ഇളക്കി പ്രതിഷ്ഠയുണ്ട്. സാർ, നടുങ്ങണ്ട. ഇക്കുറി ദൂരേക്കൊന്നുമല്ല, സിറ്റിക്കകത്ത് തന്നെ. ട്രാഫിക്കിൽ നിന്ന് ക്രൈംസിലേക്ക്. തനിക്കെന്തെങ്കിലും ഒരു പാരിതോഷികം തരണമല്ലോ എന്ന് കരുതിയിട്ടാ. താങ്ക് യു സാർ. ജയശങ്കർ സാർ, പാടില്ലാത്തതാണ്, എങ്കിലും ഞാൻ തനിക്കൊരു മുൻകൂർ വാണിംഗ് തരുന്നു. ചില വലിയ ബംഗ്ലാവുകളുടെ ഗേറ്റിൽ എഴുതി വയ്ക്കാറില്ലേ, ബിവെയർ ഓഫ് ഡോഗ്സ്, നായ്ക്കളെ സൂക്ഷിക്കുക എന്ന്? അതുപോലെ ബിവെയർ ഓഫ് ഗോവിന്ദൻ. തന്റെ ഈ പുതിയ പോസ്റ്റിങ്ങിനെ ഒരുപാട് എതിർത്തത് അയാള്. സൂക്ഷിക്കണം. സാർ. സോറി സർ. രേഖേ, എന്താ ഇത്? ഒരു മാനേഴ്സ് ഇല്ലാതെ നോക്കിയത് വന്നൂടെ? ഐ എം റിയലി സോറി ഡാഡി. ഇറ്റ്സ് ഓൾ റൈറ്റ് സാർ. താങ്ക് യു. ജയശങ്കർ,
ഓഫീസിലൊന്ന് അന്വേഷിച്ചോളൂ. നിങ്ങളുടെ പോസ്റ്റിംഗ് ഓർഡർ തയ്യാറായിട്ടുണ്ടാവും. സർ. ആ മോക്കെന്താ ഇന്ന് ക്ലാസ്സില്ലേ? ഓഹോ, ഞാനിന്ന് ശരിക്കും ഒരു ഫിക്സിലായി പോയി ഡാഡി. കേട്ട ഡാഡിക്ക് ചിരി വരും. സുജേത മേത്ത, അനു കുൽക്കർണി, ഗ്രേസിയൻ ജേക്കബ്, ചേതന സേത്, പിന്നെ ഞാനും 5 പേരും കൂടെ മിറാഷിൽ കയറി ശരിക്കും തട്ടി. ഐസ്ക്രീം, വാ, അവരുടെ പുതിയ ഐറ്റം. എന്ത് ടേസ്റ്റാന്നറിയ ഡാഡിക്ക്. ഇനിയാണ് ശരിക്കും തമാശ. ബില്ല് വന്നപ്പോ സുജേത വിചാരിച്ചു അനുവിന്റെ കയ്യിൽ ചിക്കലി ഉണ്ടാവുന്നു, അനു വിചാരിച്ചു ഗ്രേസിന്റെ കയ്യിലുണ്ടാവുന്നു, ഗ്രേസ് വിചാരിച്ചു ചേന കൊടുക്കുന്നു. യോ, ചേനയല്ലേ ഡാഡി, ചേതന, ചേതന സേത്. ആ അത് തന്നെ, അവള് വിചാരിച്ച നീ കൊടുത്തോളൂ എന്ന്. ഇനിയിപ്പോ കടം തീർക്കണമെങ്കിൽ ഡാഡി ഒരു നത്തിങ് മച്ച്, ജസ്റ്റ് $200 അത്ര മതി. നോ, ഐ വോണ്ട് സ്പിൽ എ സിംഗിൾ ഡൈം. ഡാഡി, ഇന്ന് രാവിലെ ഡെക്കാൻ ഹെറാൾഡ് വായിച്ചിട്ട് ഡാഡി തന്നെയല്ലേ പറഞ്ഞത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 2 പോയിന്റ് കൂടിയെന്ന്. പോക്കറ്റ് മണി എന്നും പറഞ്ഞ് ഡാഡി തരുന്ന മീഗർ ഡഫ് കൊണ്ട് 1 മാസം കഴിച്ചു കൂട്ടുന്ന പാടെ എനിക്കേ അറിയൂ. കാശ് തരുന്നോ ഇല്ലയോ? ഇല്ല, നീ ഒന്ന് പോകുന്നുണ്ടോ? നില്ലേ, ഓ ഒന്ന് ചെണുങ്ങുക. വാ, ഇവിടെ കുത്തിയിരുന്ന് എന്റെ ജോലി മുടക്കണ്ടാന്ന് കരുതിയിട്ടാ. എന്നാ, one more. Thank you. Thank you, sweet old man. രാജാ, രാജാതി രാജനന്ദ രാജാ, പൂജ അയ്യോ. തൂക്കാതെ വേറിയ. എന്താ ഇത്? ഐ എം റിയലി സോറി സാർ. സോറി. മുൻപ് ഇതുപോലെ ഞാൻ മുട്ടിയപ്പോഴും സാറ് പറഞ്ഞു ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇപ്പതേ രണ്ടാമതും പറഞ്ഞു. പക്ഷേ ഇനി ഒന്നുകൂടെ മുട്ടിയാ സാറിന് ശരിക്കും ദേഷ്യം വരും അല്ലേ? സാറ് സിറ്റിയിലേക്കാ? അതെ. പ്ലീസ് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം, പ്രോവിഡൻസ് കോളേജിന്റെ ഗേറ്റില്. കുട്ടി, ഞാൻ പോലീസ് ജീപ്പിലാ. ഹൂ കേസ്, ഞാനൊക്കെ തൊട്ടിലേക്ക് കിടക്കുന്ന പ്രായം മുതൽ തുടങ്ങിയതല്ലേ ഈ പോലീസ് ജീപ്പിൽ സഞ്ചാരം. പ്ലീസ്. ഓക്കെ ഓക്കെ, കമോൺ. താങ്ക് യു സർ. സാറിന് 2 ബ്രദേഴ്സ് ഉണ്ടല്ലേ? ഒരാള് രവിശങ്കർ, ഡെക്കാൻ ട്രിബ്യൂണൽ ഫ്രീലാൻസ് റിപ്പോർട്ടർ. ഇവിടുത്തെ സകല പത്രക്കാരും കൊത്തിയെടുക്കാൻ കൊതിക്കുന്ന മിടുമെടുക്കാൻ പത്രലേഖകൻ, ഡേ ഡെവിൾ. Am I right? ആളിപ്പോ ഡൽഹിയിൽ IPS ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു. സെലക്ഷൻ കിട്ടുമെന്ന് ഉറപ്പ് അല്ലേ? കുട്ടി എങ്ങനെ അറിയൂ ഇതൊക്കെ? പറഞ്ഞു കേട്ടിരിക്കുന്നു വെച്ചോളൂ. രണ്ടാമത്തെ ബ്രദർ ഹരിശങ്കർ, അയാളെ ഞാൻ നേരിട്ടറിയും. ആളൊരു അസൽ തെമ്മാടി, തല്ലിപ്പൊളി. സെന്റ് ജോസഫ് കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ. കുട്ടിക്ക് ഹരി എങ്ങനെയാ പരിചയം? അത് സസ്പെൻസ്. ഇനി എന്തെങ്കിലും ഒരു ലിഫ്റ്റ് തരുമ്പോ പറഞ്ഞു തരാം എങ്ങനെയാ പരിചയമെന്ന്. സാർ ഒന്ന് നിർത്തിക്കേ പ്ലീസ്, പ്ലീസ്. താങ്ക് യു, ബൈ. അല്ല, കുട്ടിയെ കോളേജിന് മുമ്പിൽ വിടണമെന്ന് പറഞ്ഞിട്ട്? ഞാൻ റൂട്ട് മാറ്റി. ഞാൻ റൂട്ട് മാറ്റിയെന്ന്. ബൈ. ഇപ്പോഴത്തെ പെൺപിള്ളേര്. ഹായ്. എന്തു പറ്റി? ഹരിയാകെ വരണ്ടല്ലോ. നീ എങ്ങനെ ഏട്ടന്റെ ജീപ്പിൽ കയറിയത്? ഡാഡിയുടെ ഓഫീസിൽ വെച്ച് കണ്ടു, മുട്ടി, ലിഫ്റ്റ് ചോദിച്ചു, തന്നു, അത്ര തന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് താൻ എന്റെ ബോയ് ഫ്രണ്ട് ആണ്, ആളൊരു തെമ്മാടിയാണ് എന്നൊക്കെ. എന്റെ അമ്മയെ തൊലച്ചു. എന്നിട്ട് എന്നിട്ട് സ്വന്തം മാങ്ങാ തൊലി. എടി എടി വാരസ്യാറെ, അമ്പലവാസി പെണ്ണെ, നിന്റെ പുറകെ ഇന്നു മുഴുവൻ ബാലാട്ടി നടക്കാനേ ഈ ഹരിശങ്കരനെ കിട്ടില്ല. ഓ, പോയി വേറെ ആളെ നോക്ക്. മണിക്കൂർ ഒന്നായി ബാക്കിയുള്ളവനോട് വായും പൊളിച്ച് നിൽക്കുന്നു. ഹരി പ്ലീസ്, വേണങ്ങല്ലേ. ലുക്ക്, രേഖ വാര്യർ is immensely rich today and isn't for any escapade, you just name it. എനിക്ക് പോണം, ക്ലാസ് ഉണ്ട്. പ്ലീസ് ഹരി, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ ഹരിക്ക്? ഇന്നെന്താ നിന്റെ ബർത്ത്ഡേയോ? പിന്നെ ഇന്നാണ് എനിക്ക് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസം. അറിയില്ലേ, എന്റെ മമ്മി ഡോക്ടർ വിമല വാര്യർ എന്നെയും എന്റെ ഡാഡിയെ ഉപേക്ഷിച്ച് വേറൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ 12th ആനിവേഴ്സറിയാണിന്ന്. മഹത്തായ 12ാം വാർഷികം. ഹരി പ്ലീസ്, ഹരി വയ്യ, ഇന്ന് എന്നെ തനിച്ചാക്കരുത് പ്ലീസ്. ഓക്കെ ഓക്കെ.
താങ്ക് യു ഹാരി, താങ്ക് യു സോ മച്ച്. ഓക്കെ, സ്കിപ്പ് ഇറ്റ് യാർ. ഇന്ന് കംപ്ലീറ്റ് ക്ലാസ് കട്ട്. ഇന്ന് മുഴുവൻ നമ്മൾ ഒരുമിച്ച് ചെത്തുന്നു. ആ. പബ് എങ്കിൽ പബ്, പാർലർ എങ്കിൽ പാർലർ, ഡിസ്കോ എങ്കിൽ ഡിസ്കോ. Wow. Come on. എവിടെയായിരുന്നു ഇതുവരെ? ഏയ് വല്യേട്ടൻ ഉറങ്ങിയോ? എപ്പോഴേ? ആ പിന്നെ കുഞ്ഞേട്ടാ, ഏ? ആ വാരീസിയാർ ആള് കേമി തന്നെ. എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് വലിയേട്ടനോട്? അയ്യോ, എന്നിട്ട് വല്യേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ആ. ചെവിയേട്ടൻ ഡൽഹിന്ന് വന്നാലുടനെ കുഞ്ഞേട്ടന്റെയും വാരീസിയാരുടെയും കല്യാണം നടത്തി തരാൻ പോണെന്നോ, കമ്മീഷണറോട് ഒരു 5 ലക്ഷം സ്ത്രീധനം ചോദിക്കാൻ പോണെന്നോ ഒക്കെ പറയുന്നത് കേട്ടോ എടുത്തിയോട്. പെണ്ണേ, ദേ കളിക്കരുത്, വയറ്റിൽ തീയായിവിടെ. അയ്യോ, ഇത്രയൊക്കെ മഴ നനഞ്ഞ് നടന്നിട്ടും നിന്റെ തീ കെട്ടില്ലേ മോനെ ഹരിശങ്കര? ഏട്ടാ, ഇന്നാ തല തോർത്ത്. ഈയിടെ ഇത്തിരി കൂടുന്നുണ്ട് നിന്റെ ചുറ്റി സഞ്ചാരം. ഉമേ, സൂക്ഷിച്ചു മതി ശകാരം. ഇനി ഇതിന്റെ പേരിൽ ഇവനെങ്ങാനും ചെന്ന് കമ്മീഷൻ സാറിനോട് പരാതി പറഞ്ഞാൽ അങ്ങേർക്ക് തള്ളാൻ പറ്റില്ല. എനിക്ക് സസ്പെൻഷനിലേക്ക് വീട്ടിൽ വരും. എവിടെയായിരുന്നാ ഈ പാതിരാവരെ? ഏട്ടാ, ഞാൻ കമ്പൈൻ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ആ കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്നല്ലേ സുധ പറഞ്ഞത്. ഇനി മുതൽ എന്റെ കുഞ്ഞിങ്ങനെ വെയിലും മഴയും കൊണ്ട് അലഞ്ഞു നടന്ന് പഠിക്കണ്ട കേട്ടോ. ഉവ്വ്. നീ കുറച്ച് രാസാദി പൊടിയെടുത്ത് ഇവനെ നിറകേറിട്ടൊന്ന് തിരുമ്പി കൊടു. പനി പിടിക്കാതിരിക്കട്ടെ. ഇന്ന് മിക്കവാറും രാപ്പനി വരും കുഞ്ഞേട്ടന്. എടീ, നിന്നെ ഇന്ന് ഞാൻ